ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യണേ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റ്സിൽ ഖത്തർ എയർവേസിൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. ഖത്തർ എയർവേസിൻ്റെ അവർ സൈറ്റിൽ 1-2 വേക്കൻസീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് F&B ടീം മെമ്പേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്, മൈക്രോബയോളജി ലാബ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. F&B ടീം മെമ്പേഴ്സിന് അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസിലൊക്കെ ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മൈക്രോബയോളജി ലാബ് അസിസ്റ്റന്റിന്റെയാണ് അടുത്ത വേക്കൻസി അവർ പറയുന്നത് കേട്ടോ. അതിലേക്ക് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിക്കുന്നത്, പ്ലസ് എക്സ്പീരിയൻസും വേണം കേട്ടോ. അതായത് ലബോറട്ടറി എക്യുപ്മെന്റ്സിലും ലബോറട്ടറി കെമിക്കൽസിലും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം മൈക്രോബയോളജി ലാബ് അസിസ്റ്റന്റ് എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. അപ്പൊ ഇത് രണ്ടും, പിന്നെ ഹൈജീൻ ഡ്യൂട്ടി ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ 1-2 പോസ്റ്റും കൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. മൈക്രോബയോളജി ലാബ് അസിസ്റ്റന്റും F&B ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റും. അപ്പം F&B ടീം മെമ്പർ ജനറൽ പോസ്റ്റാണ്. അപ്പം ഇതിൽ എക്സ്പീരിയൻസും അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. ഖത്തർ എയർവേസിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ 1-2 വേക്കൻസീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ആണ് കേട്ടോ. ഒപ്റ്റോമെട്രിസ്റ്റിന്റെ വേക്കൻസി അവര് ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 3 വർഷത്തെ ഡിഗ്രി വേണമെന്ന് അവർ ഇതിനകത്ത് പറയുന്നുണ്ട്, പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ QCHP ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള എലിജിബിലിറ്റിയും വേണം. അതുപോലെ തന്നെ ലീഗൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോയിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ലോയിലുള്ള ബാച്ചിലർ ഡിഗ്രിയും 5 വർഷത്തെ എക്സ്പീരിയൻസും പിന്നെ ബാർ കൗൺസിലിന് ഉള്ള ലൈസൻസ്, അങ്ങനെ കാര്യങ്ങൾ റിക്വയർമെന്റ്സ് ഒക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ലീഗൽ കൗൺസിൽ കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ജോലിയും പിന്നെ അതുപോലെ തന്നെ ലോ പഠിച്ചിട്ടുള്ള ആൾക്കാർ ജോലി നോക്കുന്നവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്, ലീഗൽ കൗൺസിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ പേജ് എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അതുപോലെ തന്നെ വേറെ 1-2 വേക്കൻസീസ് ഉണ്ട്, ഞാൻ പറയാം ഏതൊക്കെയാണെന്ന് കേട്ടോ. ഇത് ഇന്ന് ഒരു പൊറോട്ട മേക്കറിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഖത്തറിലുള്ള ആരെങ്കിലും പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇന്നലെ ഇട്ട പോസ്റ്റാണ്. അവർ 1-2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. പൊറോട്ട മേക്കേഴ്സിന്റെ ഷെഫിന്റെ ഒക്കെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫോർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്റ്റോമെട്രിസ്റ്റിന്റെ വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പോൾ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുക കേട്ടോ ഒപ്റ്റോമെട്രിസ്റ്റുകാരൊക്കെ. അപ്പം പിന്നെ ഇത് രണ്ടുമാണ് ഇന്നത്. പിന്നെ നേഴ്സസിന്റെ വേക്കൻസി ചോദിച്ചിട്ട് വ്യൂ ഹോസ്പിറ്റൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വ്യൂ ഹോസ്പിറ്റലിലെ നേഴ്സസിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ആണ് കേട്ടോ. അവരുടെ പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അവരുടെ കാരിയർ പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിട്ടിരിക്കുന്ന വേക്കൻസി ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കൂടിയാണ് നിങ്ങൾ നേഴ്സസിന്റെ വേക്കൻസി അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസി അപ്ഡേറ്റ്സ് ആണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.